എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഡ്രോയിങ് ക്ലാസ്സിൻ്റെ 5ാം പാർട്ടാണ്. അപ്പം 4 പാർട്ടുകൾ കഴിഞ്ഞായിരുന്നു. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വരകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ചെയ്യണമെന്നെല്ലാം കഴിഞ്ഞതിന് ഈ നിശ്ചല സീനറികളൊക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത നമുക്ക് ഈ നിശ്ചല ചിത്രങ്ങൾ, അതായത് നമ്മൾ ഈ ചലിക്കാത്ത വസ്തുക്കൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ അതെല്ലാം അതൊക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ള എളുപ്പവിദ്യകളും അതെങ്ങനെ വരയ്ക്കാൻ പറ്റും, അത് ഏത് രീതിയിൽ കൂടെയാണ് അത് നമുക്ക് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ അതിനെക്കുറിച്ചാണെന്ന്. അപ്പോൾ ഞാനിത് കാണിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് പിക്ചറുകളൊക്കെ നമ്മൾ വരയ്ക്കണമെന്ന് വെച്ചോളൂ. ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ള പിക്ചർ ഇത് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഡ്രോയിങ് അറിഞ്ഞിരിക്കണം. അപ്പം ഡ്രോയിങ് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ശരിക്കുള്ള ഘടന മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഇതിൻ്റെ ഘടന മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്ക് ഈ സാധനങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കണം. ഓരോ സാധനങ്ങളെടുത്ത് നിരീക്ഷിക്കണം. ഏത് സാധനം ഒരു ചിത്രകാരന് ഒരു കലാകാരനൊക്കെ വേണ്ടത് ആ സ്ഥലം നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ശരിക്കും അതിൻ്റെ ആ സ്ട്രക്ചർ മനസ്സിലാക്കുക, മെയിൻ അതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് വരയ്ക്കാൻ കഴിയും, അതിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഞാൻ അതിൻ്റെ 1-2 എക്സാമ്പിളുകൾ വരച്ച് കാണിച്ചു തരാം. നമുക്ക് അതിലേക്ക് പോകാം. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് വഴി ചോദിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇതുപോലുള്ള ചിത്രം, ഇതുപോലുള്ള ചിത്രം വരയ്ക്കണം. ഇതിലിപ്പം കുറേ ഫ്രൂട്ട്സും 1-2 വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. ആപ്പിൾ, ഓറഞ്ച്, ആപ്പിളിലുണ്ട്, പിന്നെ ഗ്രേപ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ ക്യാരറ്റ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ഘടനകൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനൊരു പുതിയൊരു പേപ്പർ എടുക്കുകയാണ്. പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ ആപ്പിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ആപ്പിൾ മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്, അതനുസരിച്ച് ഇങ്ങനെ റൗണ്ട് എല്ലാം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ അതിൻ്റെ ഒരു ടിപ്പ് ഉണ്ടാവും. സിമ്പിളായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇത് ആപ്പിളായി. ഇതിപ്പോൾ ഒരു ആപ്പിളും കൂടെ ഇങ്ങനെ ഇവിടെ വരയ്ക്കുകയാണ് ഞാൻ. ഇത് ആപ്പിൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ കളറൊക്കെ ചെയ്യുമ്പോൾ ആ ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ഡാർക്കും എല്ലാം കൊടുത്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. വളരെ എളുപ്പത്തിന് വരയ്ക്കേണ്ടല്ലോ. ആപ്പിൾ വരച്ചിട്ടുണ്ട്. ഞാൻ 2-3 വരകൾ കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ആപ്പിൾ വരയ്ക്കുന്നത്. ഇനി അടുത്തത് ഞാനൊരു ഗ്രേപ്സ് വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഗ്രേപ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണ്. ഗ്രേപ്സ് കഴിഞ്ഞിട്ട് വൃത്താകൃതിയിലുള്ള കോളങ്ങളാണ്, വൃത്തങ്ങൾ വരയ്ക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതിൽ നമ്മൾ ആർജിച്ചെടുക്കണം. കുറേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് കൈകൊണ്ട് വളരെ നന്നായിട്ട് വരയ്ക്കാൻ കഴിയും. ചിലത് ബാക്കിലോട്ട് നിൽക്കുന്നതിൻ്റെ ചെറിയ ഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വരയ്ക്കണം. ഇങ്ങനെ ഷാഡോ, ഇങ്ങനെ ലൈറ്റ് വരുന്നത്, ഇപ്പോഴത്തെ നമുക്ക് ഷാഡോ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ ചിത്രങ്ങൾക്ക് ഒരു ജീവനുണ്ടാകും. നമ്മളിവിടെ നിന്നാണ് കാണുന്നത്, ലൈറ്റ് ഒരു ഭാഗത്തു നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. ആ ലൈറ്റ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ലീഫെല്ലാം വരയ്ക്കുന്നത്, അതിൻ്റെ ലീഫ് നോക്കുക ഏത് ടൈപ്പിലുള്ള ലീഫാണെന്ന്. ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും ലീഫ് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കുക. ഇത് നമ്മൾ ചിത്രത്തിന് ഏത് രീതിയിലുള്ള അനുയോജ്യമായ രീതിയിൽ നമുക്കത് വരയ്ക്കാവുന്നതാണ്. ഇനി അടുത്തത് ഒരു ക്യാരറ്റ് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നോക്കാം. ക്യാരറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ക്യാരറ്റ് വരയ്ക്കുന്നത് വളരെ സിമ്പിളാണ്. അത് ഇങ്ങനെ വരയ്ക്കുക. ഫ്രീ ഹാൻഡ് നമ്മൾ വരയ്ക്കാവുന്നേ ഉള്ളൂ. സെറ ലീഫിൻ്റെ തണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ?
എളുപ്പത്തിന് വരയ്ക്കാവുന്നതാണ്. ഇത് നമ്മൾ കളറെല്ലാം കൊടുക്കുമ്പോൾ നല്ല മനോഹരമാവും. അടുത്തത് അടുത്തൊരു സ്ട്രോബെറി വരയ്ക്കുന്നത് കാണിക്കാം. സ്ട്രോബെറിയുടെ പ്രത്യേക ആകൃതിയാണ് സ്ട്രോബെറിക്ക്. നമ്മൾ സ്ട്രോബെറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ സ്ട്രോബെറി വരയ്ക്കുക. പിന്നെ ഒരു ബ്രിഞ്ചൽ വരയ്ക്കുന്നത് കാണിക്കാം. ഇതൊന്നും ഒറിജിനൽ സാധനങ്ങൾ തന്നെ, കറക്റ്റ് ഷേപ്പൊന്നും ആയിരിക്കത്തില്ല. റൗണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് വര മാറിപ്പോയെന്ന് വിചാരിച്ചൊരു പ്രശ്നമില്ല. നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. കുറേ വരയ്ക്കുമ്പോൾ ഇതെല്ലാം ശരിയായിക്കോളും. ലീഫ് വരയ്ക്കുന്നത്, ലീഫ് നോക്കുക ഏത് മോഡലാണ് ലീഫുകളുള്ളത് അതനുസരിച്ച്. ലീഫ് ഞാൻ പ്രത്യേകം വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഇനി വേറെ ക്ലാസ് എടുക്കുന്നതാണ് ലീഫ് മാത്രം എങ്ങനെ വരയ്ക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയൊക്കെ നമുക്ക് ലീഫുകൾ വരയ്ക്കാം. പലതരത്തിലുള്ള ലീഫുകൾ നമുക്ക് കാണുന്നുണ്ട്. ഇതെല്ലാം ലീഫുകൾ, പലതരത്തിലുള്ള ലീഫുകൾ വരയ്ക്കാം. പിന്നെ നമുക്ക് ഒരു വരച്ച് കാണിച്ചാൽ ഒരു പച്ചമുളക് നമുക്ക് ഭൂമിയിലെല്ലാം കിട്ടുന്നതാണത്. ഗ്രീൻ ചില്ലി, ഇതെല്ലാം തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്കിതുപോലെ കമ്പൈൻ ചെയ്ത് ഒരു ബാസ്ക്കറ്റിനകത്തോ ഒക്കെ ഫ്രൂട്ട്സുകളെല്ലാം ഇടുന്ന ഒരു ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ നമുക്കതെല്ലാം ഉപയോഗിക്കാം. ബാസ്ക്കറ്റ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ വേഗത്തിൽ നമുക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ ബാസ്ക്കറ്റ്. അത് ഫ്രൂട്ട്സുകൾ എല്ലാം കിടക്കുന്നത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ റഫായിട്ട് വരച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കളറെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറേ ട്രെയിൻ ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തന്നെ, ഇത് ഒരുപാട് ലെങ്തി ആയി പോകും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഒരു 10 തവണയൊക്കെ വരയ്ക്കുക കഴിയുമ്പോൾ നമ്മൾ ഈ പിക്ചർ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് പിന്നീട് വരയ്ക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു മത്തങ്ങ വരയ്ക്കാൻ നോക്കാം. മത്തങ്ങ പംകിൻ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അത് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാവുന്നുള്ളൂ. ഇതുപോലെ ഓവൽ വരയ്ക്കുക. അതിന് ഷെയ്ഡെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മത്തങ്ങയാവും. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വരച്ച് നോക്കുക. വെജിറ്റബിൾസുകളെല്ലാം വരച്ച് നോക്കുക. ഓറഞ്ച്
വരയ്ക്കുക. ഓറഞ്ച് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി. ഓറഞ്ചാണ്. ഓറഞ്ച് ഇങ്ങനെ കുറേ നമ്മൾ വരച്ച് ശീലിക്കുക. വരച്ച് ശീലിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോഴും നിങ്ങൾ ക്ലാസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ബോക്സിൽ തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തണം. അത് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് മറുപടി ഉടൻ തന്നെ മറുപടി തരുന്നതാണ്. ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചാലും മറുപടി കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴിയും ചോദിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.